രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം മത ന്യൂനപക്ഷങ്ങളോടുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും, മറ്റ് മത ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഇല്ല, അവരോടുള്ള ഒരു സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ശരിക്ക് സംഘപരിവാർ സംഘടനകളിൽ നിന്നും, ഹിന്ദു ഐക്യവേദി പോലുള്ള ഹിന്ദു പരിവാർ സംഘടനകളിൽ നിന്നും വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടിയിട്ടും അദ്ദേഹം ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകളെ ജാമ്യം എടുക്കുന്നതിനും കന്യാസ്ത്രീകളെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റുന്നതിനും വീട്ടിൽ കൊണ്ടുവിടുന്നതിനൊക്കെ വലിയ മൈലേജാണ് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയത്. അതിനുശേഷം കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസുകാർ, CBCക്കാർ, അതുപോലെ തന്നെ ലാത്തിൻ കത്തോലിക്കക്കാരൊക്കെ BJP ഓഫീസിൽ പോയി കേക്ക് കൊടുത്തു. വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് അനൂപ് ആൻ്റണിയും അതുപോലെ തന്നെ ഷോൺ ജോർജും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരും ഒക്കെ കയ്യടി വാങ്ങിയത്. BJPയിലേക്ക് ഒരുപാട് ക്രിസ്ത്യാനികൾ പോയിട്ടുണ്ട്. അൽഫോൺസ് കണ്ണന്താനം BJPയിൽ പോയി, ജോർജ് കുര്യൻ BJPയിലാണ്, മന്ത്രിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഷോൺ ജോർജ്, PC ജോർജ്, ഇങ്ങനെ ജേക്കബ് തോമസ്, ഇങ്ങനെ വലിയൊരു സംഘം ആളുകൾ BJP പോയിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളിൽ നിന്നൊരു അബ്ദുൽ അസീസ് മാത്രമേ, അല്ലെങ്കിൽ പിന്നെ ഒരു VC, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ VC മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ നമ്മളെ അബ്ദുള്ള കുട്ടി. വലിയ തോതിൽ മുസ്ലിങ്ങൾ പോയിട്ടില്ല. മുസ്ലിങ്ങൾക്കൊരു ഭീതി ഉണ്ട് എന്നൊരു തോന്നൽ BJPക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം വീടുകൾ സന്ദർശിക്കാൻ BJP പരിപാടി ഇടുകയാണ്. മുസ്ലിങ്ങളുടെ വീടുകൾ എക്സ്ക്ലൂസീവിലായിട്ട് അതിനൊരു ക്യാമ്പയിൻ തന്നെ വരുന്നുവെന്നാണ് അറിയുന്നത്. മുസ്ലിം വീടുകളെ പോയി സന്ദർശിച്ച് ഈ ഭീതി മാറ്റുക, നിങ്ങളും ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുന്ന ഒരു ശ്രമം വളരെ ഗൗരവമായി കേരളത്തിൽ നടക്കും. ക്രിസ്ത്യാനികൾ ആൾറെഡി മുനമ്പത്തിൻ്റെ കേസിൻ്റെ പുറത്തും അല്ലാതെ ഒരുപാട് മറ്റേ നമ്മുടെ ഈ ലവ് ജിഹാദിൻ്റെ പുറത്തും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികൾ ഒരുപാട് പേർ ആൾറെഡി, അതുപോലെ പല അച്ഛന്മാരുമൊക്കെ BJP അനുകൂല നിലപാടൊക്കെ എടുത്ത് BJPയോട് അടുത്ത് നിൽക്കുകയാണ്. അത് കംപ്ലീറ്റ് വോട്ടായി മാറിയിട്ടില്ല എങ്കിലും നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികൾ BJPയിലോട്ട് പോയാലും കുഴപ്പമില്ല, BJP അങ്ങനെ ഒരു അസ്പൃശ്യമായ ഒരു പാർട്ടി അല്ല എന്നൊക്കെ ക്രിസ്ത്യാനികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു അസ്പൃശ്യത്വം, ഒരു അയിത്തം, അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ട്. അത് മാറ്റാനുള്ള ശ്രമമാണ് BJP ഇപ്പം നടത്തുന്നത്. എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്കറിയില്ല. അവരെത്ര മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. ഇതിനെ ലീഗ് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. പള്ളികളിലും മറ്റേ ജമാഅത്തുകളിലും വെൽഫെയർ പാർട്ടിയിൽ അങ്ങനെ ഒരുപാട് സമസ്തയും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മതം വളരെ പ്രധാനപ്പെട്ട സെമറ്റിക് മതമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മതമാണ് മുസ്ലിം മതം. അതിൽ പിന്നെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, നബിയിൽ വിശ്വസിക്കുന്ന, മുസ്ലിമിൽ വിശ്വസിക്കുന്ന ഇവർ ഈ RSSൻ്റെയും BJPയുടെയും ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന മോഡിയുടെ പാർട്ടിയിൽ ചേരുമോ അല്ലെങ്കിൽ സഹകരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു ക്യാമ്പയിൻ നമ്മുടെ BJP എടുത്തിട്ടുണ്ട്. അത് വളരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് സാധ്യതയുള്ളത്. തീർച്ചയായും എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കണം. പ്രത്യേകിച്ച് മലപ്പുറത്തും ഉൾപ്പെടെയുള്ള എല്ലായിടത്തെയും മുസ്ലിം വീടുകൾ സന്ദർശിക്കുന്നതിനുള്ള വലിയ ക്യാമ്പയിനാണ് BJP സജ്ജമാകുന്നത്. അതുപോലെ ക്രിസ്ത്യൻ വീടുകളിലും പോകും. ഹിന്ദു വീടുകളിൽ പോയി വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പുറത്തുള്ള വീടാണ്. ഞാനൊരു തമാശ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറച്ച് പേർ ഇലക്ഷൻ വർക്കിന് പോയപ്പോൾ നോട്ടീസ് തിരിച്ചു കൊണ്ടുവന്നു. പോയ നോട്ടീസ് ഒരുപാട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, എന്താടേ നിങ്ങൾ നോട്ടീസ് കൊടുക്കാത്ത കുട്ടികളെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ചേട്ടാ ഇങ്ങനെ നമ്മൾ ഇടവഴി വഴി പോവുകയായിരുന്നു. അപ്പോൾ വലതുവശത്ത് നോക്കിയപ്പോൾ ഒരു 6-7 വീടുണ്ട്. അവർ നമ്മളെ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്, ഒരു കാരണവശാലും അവിടെ കയറേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അവർ വോട്ട് തരും. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ പിന്നെ അപ്പുറത്തെ വീടുകളിൽ കയറാത്തന്ന്. അപ്പുറത്തെ വീടുകളെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വോട്ട് തരാത്തവരാണ്, ഇനി തരികയില്ല. നമ്മൾ നോട്ടീസ് കൊണ്ട് കൊടുത്താലും അവർ തരുന്ന പ്രശ്നമില്ല. അപ്പോൾ പിന്നെ വോട്ട് തരുന്നവരെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല, അവർ വോട്ട് തരും. തരാത്തവരെ വിട്ടിട്ട് പോയ കാര്യമില്ല, അവിടെയും കയറേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഇലക്ഷൻ വർക്കൊക്കെ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ എല്ലാ വീടുകളിലും പോകുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് പോകുന്നു. അതിൽ മുസ്ലിം കുടുംബങ്ങളിലേക്ക് പോകാനുള്ള വലിയ തയ്യാറായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള BJP. മുസ്ലിം വിരുദ്ധരല്ല ഞങ്ങൾ, മുസ്ലിം പ്രീണനം നടത്തുന്നവരല്ല, മുസ്ലിങ്ങളെ സഹായിക്കുന്നവരാണ്, നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറയുന്ന, നിങ്ങളുടെ രക്ഷകരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ചില സന്ദേശം മുസ്ലിം കുടുംബങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളവരെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ന്യൂനപക്ഷ മോർച്ച എന്നുള്ള നിലയിൽ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മറ്റേ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരല്ല, അത് വേറെയുണ്ട്. ഈ പറയുന്ന ന്യൂനപക്ഷം പറയുന്ന ആളുകളെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ട് വിജയിക്കും, ആരൊക്കെ കേൾക്കും, ആരൊക്കെ ചെല്ലും, ആരൊക്കെ വോട്ട് ചെയ്യും, ഇതൊന്നും നമുക്കറിയാമെന്നുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്.